കർഷകരെ വഞ്ചിക്കുന്ന സർക്കാരിന്റെ നടപടികൾക്കെതിരെ കേരള പ്രദേശ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാലടി കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണാ സമരം കർഷക കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ.ജെ. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കർഷകരെ വഞ്ചിക്കുന്ന സർക്കാരിന്റെ നടപടികൾക്കെതിരെ അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലടി കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ചെന്നൈക്കാടൻ പ്രതിഷേധ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. കർഷക കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ.ജെ. ജോസഫ് പ്രതിഷേധ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിന്റെ ഉദ്ദേശങ്ങളെല്ലാം തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പത്രദ്വാരയും ചാനൽ വഴിയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. സംസ്ഥാന സർക്കാർ കൃഷിക്കാരോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിനെതിരെയാണ് ഈ സമരപരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോകബാങ്ക് കേരളത്തിലെ കേര കൃഷിക്കാർക്ക് വേണ്ടി 139.69 കോടി രൂപ അനുവദിക്കുകയും ആ അനുവദിച്ച തുക കേര കൃഷിക്കാർക്ക് നൽകാതെ കൃഷി വകുപ്പിന് കൈമാറാതെ സർക്കാരിൻ്റെ മറ്റുള്ള ദുർചെലവുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. കർഷകർ നൽകുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പുവരുത്തണമെന്നും നാളികേരത്തിന്റെ വില കിലോയ്ക്ക് 80 രൂപയിലധികമായ പശ്ചാത്തലത്തിൽ നാളികേരത്തിന്റെ ഉൽപാദന വർധനവിനാവശ്യമായ കേര വികസന പദ്ധതി ഫലപ്രദമായി നടപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്നും ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ.ജെ. ജോസഫ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേര പദ്ധതിയുടെ ഭാഗമായി ലോകബാങ്ക് അനുവദിച്ച 2365 കോടി രൂപയാണ് കേരള സർക്കാർ വകമാറ്റി ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രകൃതി രമണീയമായ ഈ കേരളം 44 നദികളും 62ഓളം വരുന്ന അണക്കെട്ടുകളും അത്തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഗവൺമെന്റ് ഒരു സാഹചര്യം ഉള്ള സംസ്ഥാനത്ത് എന്തെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റ് UDF ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതികൾ തുടർന്നും നടത്താതെ അതിനെല്ലാം തുരങ്കം വച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഇടത് ഗവൺമെന്റുകൾ പോകുന്നതിന്റെ ഏറ്റവും ദുരന്തമാണ് അവസാനമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ വാർഷികാഘോഷം എന്ന പേരിൽ നടത്തുന്ന ധൂർത്തടി ട്രഷറി അക്കൗണ്ടിലെത്തിയ കേര പദ്ധതിയുടെ 139.65 കോടി രൂപ കൃഷിവകുപ്പിന് നൽകുന്നതിന് പകരം വകമാറ്റിയിരിക്കുന്നു എന്നതും സർക്കാർ സമിതി ചൂണ്ടിക്കാട്ടി. DCC ജനറൽ സെക്രട്ടറിമാരായ KP ബേബി, അഡ്വക്കേറ്റ് KB സാബു, UDF കമ്മിറ്റി നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ TM വർഗീസ്, കർഷക കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ MV സെബാസ്റ്റ്യൻ, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ജോയ് മുട്ടംതോട്ടിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, കർഷക കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അൽഫോൺസ ജോസ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ റെന്നി പാപ്പച്ചൻ, ബിജു കണിയാങ്കുടി, ഏലിയാസ് കെ തരിയൻ, നേതാക്കളായ KC ബേബി, സിജു ഈരാളി, ബിനോയ് കൂരൻ, AM ജേക്കബ്, ഷാജി പുതുശ്ശേരി, കർഷക കോൺഗ്രസ് നേതാക്കളായ പാപ്പച്ചൻ പറക്കാടൻ, KC തോമസ്, അഗസ്റ്റിൻ തിരുനത്തിൽ, ജെസ്സി ജോയ്, റെജി തോമസ്, ബെന്നി വർഗീസ്, അഡ്വക്കേറ്റ് ലിയോ സെബാസ്റ്റ്യൻ, KO പൗലോസ്, ജോൺ അറക്കൽ ചൊക്കി, ലാൽ പൈനാത്ത്, നൈജോ പുളിക്കൽ, ബാലകൃഷ്ണൻ VK, KV ഫ്രാൻസിസ്, വർഗീസ് വളാഞ്ചേരി, ലേഖ വത്സൻ തുടങ്ങിയവർ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പണ്ടൊക്കെ കൃഷി എന്ന് പറഞ്ഞാൽ കാർഷിക വൃത്തിയിൽ നിന്നാണ് നമ്മളെ മക്കളുടെ വിദ്യാഭ്യാസം നടത്തുന്നത്, വീട് പണിയുന്നത്, മക്കളെ കല്യാണം കഴിച്ചയക്കുന്നത്, കടം വീട്ടുന്നത് എല്ലാം കാർഷിക വൃത്തിയിൽ നിന്ന്. ഇന്ന് കാർഷിക രംഗത്ത് കൃഷിക്കാരനെ കാർഷിക വൃത്തിയുമായി പരിശോധിക്കുമ്പോൾ ഉത്പാദന ചെലവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കൃഷി ലാഭകരമല്ല. അതിശക്തമായ സമര പരിപാടികളിലൂടെ ഈ ഗവൺമെന്റിനെ അടിച്ചു താഴെയിടണം എന്നുള്ള വലിയ ആഗ്രഹമാണ് വെച്ചു പുലർത്തുന്നത്. അതിനൊത്ത വിധമുള്ള ഒരു പ്രവർത്തനമാണ് ഇനിയുള്ള നാളുകളിൽ നമുക്ക് കാഴ്ചവെക്കേണ്ടത്. ഇത്തരത്തിലുള്ള സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷിക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കൃഷിക്കാരന്റെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഈ സർക്കാരിനെ കൊണ്ട് തിരുത്തിക്കാൻ തക്ക പാകത്തിലുള്ള വലിയ സമരങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കാലടി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്